തുടങ്ങുകയാണ്. നോക്കാം ആദ്യം തന്നെ മണിപ്പൂരിലേക്ക്. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഉച്ചയ്ക്ക് ഗവർണറെ കാണും. രാജ്യാഭ്യൂഹം നിലനിൽക്കെയാണ് കൂടിക്കാഴ്ച. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മേഴാങ്ങിൽ സന്ദർശനം തുടരുകയാണ്. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, മുഖ്യമന്ത്രി ഗവർണറെ കാണുന്നു, ഒരു രാജി പ്രതീക്ഷിക്കാമോ? ഫിജി ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അദ്ദേഹം ഗവർണറെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ രാജ്യാഭ്യൂഹം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണറെ കാണുക. വലിയൊരു പ്രതിസന്ധിയിലൂടെ മണിപ്പൂർ കടന്നു പോകുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു വിമർശനം വലിയ രീതിയിൽ തന്നെ ഉയരുന്നൊരു സാഹചര്യമാണുള്ളത്. ആ ഘട്ടത്തിൽ അദ്ദേഹം രാജിവെച്ചേക്കുമെന്ന ഒരു സൂചനയാണ് ലഭ്യമാകുന്നത്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ വലിയ രീതിയിലുള്ള അഭ്യൂഹം അദ്ദേഹം ഇന്ന് രാജിവെക്കുന്ന രീതിയിൽ ഒരു അഭ്യൂഹം നിലനിന്നിരുന്നു. എന്നാൽ BJP അതിനെ കൊണ്ട് രംഗത്ത് വന്നെങ്കിലും ഉച്ചയോടെ നമുക്ക് അല്പസമയം മുമ്പ് ശ്രീമതി ആനി രാജ അടക്കം നമ്മളോട് പ്രതികരിച്ചത് ഈ മണിപ്പൂർ മുഖ്യമന്ത്രി രാജിക്ക് ഒരുങ്ങുന്നു എന്ന കാര്യമാണ്. അപ്പം അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഒരു രാജിക്കുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ അവിടെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു വിമർശനം വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് അടക്കം ഉയരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ വലിയൊരു സമ്മർദ്ദമാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലാണ്. കൂടാതെ കേന്ദ്ര സർക്കാർ അടക്കം ഇടപെട്ടിട്ട് മണിപ്പൂരിൽ ഒരു സംഘർഷം ശമിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പ്രശ്നപരിഹാരത്തിന് ഒരു നീക്കം ഉണ്ടാവുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലെല്ലാം വെച്ച് നോക്കുമ്പോൾ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം വലിയൊരു സമ്മർദ്ദമാണ് BJPക്ക് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം വലിയ രീതിയിൽ തന്നെ സന്ദർശനം തടയുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാം തന്നെ ഉണ്ടാവുന്നു. കൂടുതൽ ആളുകൾ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും എല്ലാം തന്നെ എത്തുന്നൊരു സാഹചര്യമുണ്ട്. കൂടാതെ രാഹുൽ ഗാന്ധി ഈ നേതാക്കളെ കണ്ട് ഇരു വിഭാഗങ്ങളിലെ നേതാക്കളെയും കണ്ട് അനുനയ ശ്രമങ്ങളെല്ലാം നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു നീക്കം രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ BJP വലിയ രീതിയിൽ തന്നെ ഒരു സമ്മർദ്ദത്തിലാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം തടയാനുള്ള ശ്രമമാണ് BJP നടത്തുന്ന ആരോപണവും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയപരമായ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ആരോപണങ്ങളെല്ലാം തന്നെ അവിടെ ഉയരുന്നുണ്ട്. ആ ഘട്ടത്തിൽ തന്നെയാണ് ഈ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിക്കൊരുങ്ങുന്നു എന്ന സൂചനയും പുറത്തു വരുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെ അദ്ദേഹം ഗവർണറെ കാണുമെന്നാണ് ഫിജി വ്യക്തമാക്കുന്നത്. ഉണ്ണി, അങ്ങനെയെങ്കിൽ ഒരു രാജി പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാം ഈ കലാപം തുടങ്ങിയിട്ട് 50 ദിവസത്തിൽ ഏറെയായിരിക്കുന്നു. BJP ആ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുക. സംസ്ഥാനത്തിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ കലാപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വലിയൊരു സന്ദേശമായിരിക്കുമല്ലോ മണിപ്പൂർ രാജ്യത്തിന് നൽകുക. തീർച്ചയായും 50 ദിവസത്തിലധികമായി വലിയൊരു സംഘർഷം അവിടെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുനയ ശ്രമങ്ങളും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ അതിനെ കാണുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം തന്നെ ഈ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി തന്നെ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ കുക്കി അതോടൊപ്പം തന്നെ മെയ്തൈ വിഭാഗങ്ങളുമായി ചർച്ച നടത്തി ഒരു അനുനയ നീക്കം നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കേന്ദ്ര സർക്കാർ അടക്കം ഇതിൽ ഇടപെട്ടിട്ടും വലിയൊരു ശമനം അവിടുത്തെ സംഘർഷത്തിൽ കാണാൻ കഴിഞ്ഞില്ല എന്നത് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഏത് രീതിയിലാണ് അദ്ദേഹം രാജിക്കൊരുങ്ങുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇനി കേന്ദ്ര സർക്കാർ രാജി ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ ഇത് മണിപ്പൂരിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല, ആ ഘട്ടത്തിലാണ് അദ്ദേഹം രാജിവെക്കുന്നത് എന്നൊന്നും ഉള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു സമ്മർദ്ദം സംസ്ഥാന സർക്കാർ നേരിടുകയാണ്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം രാജിക്കൊരുങ്ങുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതിന്റെ ഫലമായി തന്നെയാണ് അദ്ദേഹം ഇന്ന് ഗവർണറെ കാണുന്നത്. കൂടാതെ രാഹുൽ ഗാന്ധി 2 ദിവസമായി അവിടെ സന്ദർശനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സന്ദർശനം തടയുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം വ്യോമമാർഗമാണ് അദ്ദേഹം പ്രശ്നബാധിത മേഖലകൾ സന്ദർശിക്കുന്നത്. ഇന്ന് മേറാങ്ങിലാണ് അദ്ദേഹം ഉള്ളത്. അവിടെ നിലവിൽ മെയ്തൈ വിഭാഗത്തിലെ ആളുകൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ അദ്ദേഹം സന്ദർശനം തുടരുകയാണ്. അവിടെ സമാന ചിന്താഗതിക്കാരായ 10 പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി രാഹുൽ ഗാന്ധി ചർച്ച നടത്തും, അനുനയ നീക്കം അടക്കം നടത്തും എന്നാണ് നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിൽ അനുനയ നീക്കത്തിന് ശ്രമിക്കുമ്പോൾ അവിടെ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന് ഇതിനുവേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനമാണ് വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉയർത്തുന്നത്. കൂടാതെ പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് അടക്കം രാഹുൽ ഗാന്ധി നടത്തുന്ന അനുനയ ശ്രമങ്ങളെ തടയാനുള്ളൊരു നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന എന്ന രീതിയിലുള്ള വിമർശനമാണ് കോൺഗ്രസ് നടത്തുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് ഈ
മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് രാഹുലിന്റെ യാത്രയെ തടയുന്നതെന്ന വിമർശനമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ചത്. അത്തരത്തിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ രീതിയിൽ തന്നെയാണ് മണിപ്പൂർ നിലവിൽ പോകുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 1 മണിയോടെ അദ്ദേഹം ഗവർണറെ കാണുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ രാജി അടക്കമുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം, അതായത് 1 മണിയോട് 1:15 കൂടി ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഫിജി, ഉണ്ണി, ബിരേൻ സിംഗ് രാജിവെച്ചാൽ അവിടെ ഒരു സമാധാനം ഉണ്ടാകും അല്ലെങ്കിൽ സമന്വയ ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ലല്ലോ. കാരണം മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് BJP-യിൽ നിന്ന് എത്തിയാൽ തന്നെ അവിടെ ശാന്തി പുലരും എന്ന് ഉറപ്പിക്കാനാകുമോ? ഫിജി, ഒരിക്കലുമില്ല. അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഈ ബീരൻ സിംഗ് പോയി കഴിഞ്ഞാൽ സമർത്ഥനായ മറ്റൊരു നേതാവ് അവിടെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ പോലും ഏത് രീതിയിലാണ് അതിനെ സമീപിക്കുക, അതായത് ജനങ്ങൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തെ സമീപിക്കുക എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഏത് രീതിയിലാണ് ഈ അദ്ദേഹത്തിന് ഇടപെടൽ ഏത് രീതിയിലാകുമെന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. ഏതായാലും അനുനയ നീക്കത്തിലൂടെ മാത്രമാണ് അവിടെ ഒരു സമാധാന ശ്രമം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരു ക്രമസമാധാന പ്രശ്നം നിലവിൽ വലിയ രീതിയിൽ തന്നെയാണ് അവിടെ ഉള്ളത്. സംഘർഷങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസവും 2 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. സംഘർഷം വലിയ രീതിയിൽ തന്നെ കലുഷിതമായി നിൽക്കുകയാണ്. കഴിഞ്ഞ ഈ മാസം കേന്ദ്രമന്ത്രിയുടെ വീട് അടക്കം അഗ്നിക്കിരയാക്കുന്ന ഒരു കാര്യമുണ്ടായി. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് സംഘർഷം തുടരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഒരു അനുനയ നീക്കം, സമാധാന ശ്രമങ്ങൾ അനുനയ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ്. ചർച്ചകളിലൂടെ മാത്രമാണ് ഇത് പരിഹരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത്തരത്തിൽ ഒരു നേതാവ് പിന്നീട് മുഖ്യമന്ത്രിയായി വന്നാൽ പോലും കുറച്ച് സമയമെടുത്ത് തന്നെയാണ് ഇത് പരിഹരിക്കാനാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഏത് രീതിയിലാണ് BJP അതിനെ കാണുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഇന്ന് രാജി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല BJP. എന്തായാലും ബീരൻ സിംഗ് ഏത് രീതിയിലാണ് ഗവർണറെ കാണുക എന്നുള്ള കാര്യം നമുക്കൊരു 1 മണിക്ക് ശേഷമാണ് വ്യക്തമാകുകയുള്ളൂ. ഇനി രാജിയുടെ കാര്യത്തിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ സംഘർഷ സാധ്യത അല്ലെങ്കിൽ നിലവിലെ സാഹചര്യം ധരിപ്പിക്കാനാണോ അദ്ദേഹം ഗവർണറെ കാണുക എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. രാജി അഭ്യൂഹം രാവിലെ മുതലേ ഉണ്ട്. പ്രതിപക്ഷ പാർട്ടികളടക്കം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഇതിനെ BJP സമീപിക്കുക എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും രാജി അഭ്യൂഹം BJP തള്ളുകയാണ്. എങ്കിൽ പോലും 1 മണിയോടെ ഈ മുഖ്യമന്ത്രി ബീരൻ സിംഗ് ഗവർണറെ കാണുമെന്നാണ് പുറത്തു വരുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം അങ്ങനെയാണ് ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വലിയൊരു സാഹചര്യം, ഗുരുതരമായ സാഹചര്യത്തിലൂടെ മണിപ്പൂർ കടന്നു പോകുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ബീരൻ സിംഗ് രാജിക്കൊരുങ്ങുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളടക്കം ആ രാജി ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ സമാധാന ശ്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോഴും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് രംഗത്തുണ്ട്. ഫിജി, ഉണ്ണി, ഒരുപക്ഷെ രാജി പ്രഖ്യാപനം നടത്തിയാൽ തന്നെ, രാജിവെച്ചാൽ തന്നെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു പരിധിവരെ കേന്ദ്ര സർക്കാരിൻ്റെയും BJP-യുടെയും ഒക്കെ പരാജയമായി ചിത്രീകരിക്കപ്പെടില്ലേ? രീതിയിൽ തന്നെയാണ് അതിനെ ചിത്രീകരിക്കപ്പെടുക. ഈ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംഘർഷം വലിയ കലുഷിതമായി തന്നെ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് മണിപ്പൂരിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു വിമർശനമാണ് വലിയ രീതിയിൽ ഉയരുന്നത്. അത് തുടരുക തന്നെ ചെയ്യും. ഈ ബീരൻ സിംഗ് രാജിവെച്ചതുകൊണ്ട് അവിടെ ഒരിക്കലും സമാധാനം പുനഃസ്ഥാപിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. സമാധാന ശ്രമങ്ങൾ ചർച്ചയിലൂടെ മാത്രമാണ് അത് പരിഹരിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് എല്ലാ നേതാക്കളും നൽകുന്നത്. അതിന് അവിടെ പ്രധാനമന്ത്രി ഇടപെടണമെന്ന ആവശ്യങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ബീരൻ സിംഗ് അവിടെ രാജിക്ക് ഒരുങ്ങുകയാണെങ്കിൽ അത് BJP സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും അവിടെ സമാധാന ശ്രമത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ തന്നെയാണ് അത് വിലയിരുത്തപ്പെടുക. ബീരൻ സിംഗ് അവിടെ രാജിവെക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു കൂടുതൽ കലുഷിതമാകുന്ന ഒരു സാഹചര്യത്തിലാണ് മണിപ്പൂരുള്ളത്. ആ ഘട്ടത്തിൽ അദ്ദേഹം രാജിവെക്കുന്നത് സംസ്ഥാന തലത്തിൽ ഭരണത്തിൽ വലിയൊരു തിരിച്ചടി തന്നെ BJP-ക്ക് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ കേന്ദ്ര സർക്കാരിന് ഒരു തിരിച്ചടി തന്നെയാണ്. മണിപ്പൂർ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ചുമതലയാണ് മണിപ്പൂരിലെ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം മണിപ്പൂരിൽ സന്ദർശനം നടത്തി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അടക്കം അദ്ദേഹം വിലയിരുത്തിയിരുന്നു. തുടർന്ന് ഡൽഹിയിൽ സർവകക്ഷി യോഗമടക്കം നടത്തിയിരുന്നു. അതേസമയം തന്നെ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രതിപക്ഷം ഇതിനെ വിമർശിക്കുക BJP-യുടെ പരാജയം എന്ന് തന്നെയായിരിക്കാം ഈ ബീരൻ സിംഗ് രാജിവെച്ചാൽ. എന്തായാലും 1 മണിയോടെ അദ്ദേഹം ഗവർണറെ കാണുമെന്നാണ് മണിപ്പൂർ മുഖ്യമന്ത്രി 1 മണിയോടെ ഗവർണറെ കാണുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും രാജി അടക്കമുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം നമുക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഫിജി, ഉണ്ണി, അതേസമയം രാഹുൽ ഗാന്ധി ഇപ്പോൾ മണിപ്പൂർ സന്ദർശനം തുടരുകയാണ്. ഇന്നലെ എത്തിയ അദ്ദേഹം ഇന്നും ചില വിഭാഗങ്ങളുമായി, അവരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തും എന്ന സൂചനയുണ്ട്. എങ്ങനെയാണ് രാഹുലിന്റെ സന്ദർശനം പുരോഗമിക്കുന്നത്?
ഫിജി, രാഹുൽ മേറാങ്ങിലാണ് നിലവിൽ സന്ദർശനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടെ മേറാങ്ങിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് പോകാൻ അനുമതി പോലീസ് നൽകിയിരുന്നില്ല. വലിയ സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ്, ആയുധങ്ങളുമായി ആളുകൾ അക്രമാസക്തരായി നിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അദ്ദേഹത്തിന്റെ യാത്രയെ തടഞ്ഞത്. അതിനുശേഷമാണ് ഇന്ന് അദ്ദേഹം തിരിച്ച് ഇംഫാലിലേക്ക് പോവുകയും പിന്നീട് ഇന്ന് യാത്ര തുടരുന്ന കാര്യം ഒരു അനിശ്ചിതത്വം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് PCC അധ്യക്ഷൻ പറയുന്ന ഒരു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ വീണ്ടും ആ യാത്ര പുനഃസ്ഥാപിക്കുകയായിരുന്നു, യാത്ര തുടരുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹം ഇന്നും ഈ റോഡ് മാർഗം പോകാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് അതിനും അനുമതി പോലീസ് നിഷേധിച്ചത്. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം മേറാങ്ങിലെത്തിയത്. മേറാങ്ങിൽ നിലവിൽ അദ്ദേഹം മെയ്തേ വിഭാഗത്തിന്റെ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ക്യാമ്പുകളടക്കം സന്ദർശിച്ച് ജനങ്ങളോട് സംവദിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ശരി ഉണ്ണി, രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും മണിപ്പൂരിൽ തുടരുകയാണ്. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഉച്ചയ്ക്ക് ഗവർണറെ കാണും എന്നുള്ളതാണ് മണിപ്പൂരിൽ നിന്നുള്ള ഏറ്റവും പുതുമയുള്ള വാർത്ത. രാജ്യാഭ്യൂഹം നിലനിൽക്കെയാണ് അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച. രാജി ഉണ്ടാകുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്.